വൈൽഡ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിലെത്തി, പാലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു ആ ചെടി അവിടെ വെക്കണ്ടാന്ന്. അപ്പം എന്നാലും എനിക്ക് അവിടെ നിന്ന് ഒഴിവാക്കാൻ മനസ്സ് സമ്മതിക്കണില്ല. കാരണം ഞാനൊരു സ്റ്റുഡിയോ എന്ന രീതിയിൽ നമ്മുടെ അടുക്കളയിലാണല്ലോ കൂടുതൽ നമ്മുടെ വീഡിയോസ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കാണുമ്പോൾ ഒരു ലുക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ ചെടി അവിടെ വെച്ചത്. അപ്പം അതിന് ഞാൻ ഇങ്ങനെ താഴത്തേക്കൊരു സ്റ്റൂൾ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിലേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയണേ. കാരണം മുകളിലിരിക്കുമ്പോൾ ശരിയാണ് എല്ലാവരും പറഞ്ഞത്, നമ്മുടെ മിക്സിയുടെ മെഷീൻ അതൊരു ഡിസ്റ്റർബൻസ് ആണ്. അപ്പം അങ്ങനെ ഇന്നലെ ഞാൻ നമ്മുടെ മിക്സർ ഗ്രൈൻഡറിൽ ആദ്യമായി ദോശമാവ് അരച്ചായിരുന്നു. അപ്പം അത് ഇങ്ങനെ നിറഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ ചോറ് ഇടുന്ന കാസറോളിലാണ് ഒഴിച്ച് വെച്ചായിരുന്നേ. അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിൽ പൊന്തിയിട്ടുണ്ട്, എന്നാലും നല്ല എന്താ പറയുക ഭയങ്കരമായിട്ട് നിറഞ്ഞിതായി അങ്ങനെയൊന്നും പോയില്ലായിരുന്നു. അപ്പം അങ്ങനെ ദോശയ്ക്കുള്ള മാവ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡലി ഉണ്ടാക്കണം, ദോശ ഉണ്ടാക്കണം. കാരണം സ്റ്റീവിന് കൂടുതൽ ഇഡലിയാണ് ഇഷ്ടം. അവന് കടിച്ച് കഴിക്കാൻ, കൈ പിടിച്ചാലും അവന് നടന്ന് കഴിക്കാൻ ഇഷ്ടം ഇഡലി ആയതുകൊണ്ട് എന്തായാലും ഒരു 2 തട്ട് ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ കഴിക്കാൻ വേണ്ടി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ തന്നെ ഡാഡി പാല് കൊണ്ട് തന്നപ്പോൾ കടലക്കറി കൊണ്ടുവന്നായിരുന്നു കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊരു കടലക്കറി കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ പ്ലാൻ ചെയ്തായിരുന്നത് എണീറ്റിട്ട് ഒരു സാമ്പാറും ചമ്മന്തിയും തേങ്ങ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാം, ഇഡലി നമ്മുടെ ദോശയുടെ കൂടെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ അപ്രതീക്ഷിതമായി കറി എത്തിയ കാരണം പിന്നെ ഞാൻ വേറെ ഇനി ഉണ്ടാക്കണ്ട, പെട്ടെന്ന് മടി വന്നു. അപ്പോൾ കടലക്കറിയും കൂട്ടി ദോശ കഴിക്കാമെന്ന് വിചാരിക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇഡലി തട്ടിലേക്കുള്ള ഇഡലി മാവ് വെച്ച് അത് ഒന്ന് റെഡിയാക്കി ഇതായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഏരിയ നമുക്ക് ക്ലിയർ ആക്കാമല്ലോ. പിന്നെ സ്റ്റീവൻ ഗ്രേസൊക്കെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ എൻ്റെ പണികളൊക്കെ ഒന്ന് രാവിലത്തെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവരെ വിളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളം കൊടുക്കുന്നതാണ് കേട്ടോ. ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളമാണ് കൊടുക്കുന്നത്. പിന്നെ അമ്മയുടെ അടുത്തൊക്കെ പോയി അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളമൊക്കെ കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. എൻ്റെ ഒരു നോർമൽ ഡെയിലി റുട്ടീൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് സ്കൂളില്ലാത്ത ദിവസമാണ്. എല്ലാ സ്കൂളില്ലാത്ത ദിവസങ്ങളിലും ഗ്രേസിനെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നേരത്തെ എണീപ്പിച്ചായിരുന്നു. ഇന്നൊരു ഇച്ചിരി ലേറ്റായിട്ട് എണീപ്പിക്കണേ. ശരിക്കും കറക്റ്റ് സമയത്ത് തന്നെ എണീപ്പിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോഴേയും ഓക്കെ ആണ്. പിന്നെ ഇന്നലെ ഉറങ്ങാനൊക്കെ ഇച്ചിരി ലേറ്റായി. പിന്നെ ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാനാണെങ്കിലോ രാവിലെ നേരത്തെ അലാമൊക്കെ അടിച്ച് ഞാൻ എഴുന്നേറ്റു. പിന്നെ ഞാൻ എല്ലാവരും കിടന്നുറങ്ങണം. പുറത്താണെങ്കിൽ സൂപ്പർ മഴ. അപ്പം ഞാൻ ചുമ്മാ സ്റ്റീവിൻ്റെ അടുത്തുനിന്ന് കിടന്നപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് കേട്ടോ. ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടാ. എപ്പോഴും ഇഡ്ഡലി, ദോശമാവ്, ഇഡ്ഡലി അങ്ങനെ മാവൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ മാക്സിമം ഇഡ്ഡലിയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാക്കണേ. എപ്പോഴും സ്റ്റീവിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇഡ്ഡലിക്ക് മാറണേ കേട്ടോ. കാരണം അവന് കഴിക്കാൻ എളുപ്പം എന്നുള്ളൊരിത്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ദോശ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ദോശ ഉണ്ടാക്കത്തന്നെ ഒരു കാരണം കൂടി ഉണ്ട്. നമ്മുടെ ദോശച്ചട്ടി ഉണ്ടല്ലോ, ഇത് കുറേ നാളായി എൻ്റെ കൂടെ. പക്ഷെ ഞാനിത് ഇത്രയും നാളും നല്ല രീതിയിൽ സൂക്ഷിച്ചായിരുന്നു ഉപയോഗിച്ചായിരുന്നേ. എന്താ പറയുക, അധികം സോപ്പ് ലിക്വിഡ്, നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡൊന്നും അധികം ടച്ച് ചെയ്യാണ്ട്, പിന്നെന്താ അങ്ങനെ ഒന്നും വേറൊരു പരിപാടിക്ക് ഇത് ഉപയോഗിക്കാറില്ല. അതായത് മുട്ട പൊരിക്കാനോ അങ്ങനെ ഒന്നിനും ഉപയോഗിക്കാറില്ല. ദോശ മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ. എന്തായാലും ഒരു 2 വർഷത്തിന് മുകളിലായി ഈ ചട്ടിയുടെ പാൻ എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ ഞാനത് എന്നോ ഒരു ദിവസം ഇങ്ങനെ വേറൊരു മുട്ട പൊരിക്കാനോ എന്തിനൊക്കെയോ എടുത്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പഴം റോസ്റ്റ് ചെയ്യാനെടുക്കും. അങ്ങനെ എടുത്തു തുടങ്ങി. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി എടുത്തെടുത്തു അതിൻ്റെ ചെറിയ രീതിയിൽ അതിനൊരു കോട്ടിങ്ങനെ ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എൻ്റെ ദോശയൊക്കെ നല്ല ഇങ്ങനെ പറന്ന് പോണ പോലത്തെ രീതിയിലൊക്കെ കിട്ടാറുണ്ട്. ഇപ്രാവശ്യത്തെ ദോശ മുമ്പ് ഒരു ദിവസം ഉണ്ടാക്കിയപ്പോൾ മടി ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചായിരുന്നു. അതായത് നമുക്കിങ്ങനെ മറിച്ചിടാൻ പറ്റില്ല, എത്ര ഓയിൽ ഒഴിച്ചാലും നടുവിൽ ഒരു പിടുത്തം വരും. അങ്ങനെ ഉണ്ടാവാറില്ല കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു അശ്രദ്ധക്കുറവുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഫസ്റ്റത്തെ ദോശ കുറേ കടമ്പ കഴിഞ്ഞിട്ടാണ് എടുത്തത്. അത് വീഡിയോ എടുത്തില്ലായിരുന്നു, അല്ലെങ്കിൽ കാണിച്ചായിരുന്നു. ക്യാമറ ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ കട്ടിയുള്ള ദോശയിലേക്ക് അങ്ങോട്ട് മാറി. അതാവുമ്പോൾ
പിന്നെ ഒന്ന് മറിച്ചിട്ടാൽ കട്ടിയുള്ള ദോശയാണെങ്കിൽ മറിച്ചിട്ട് പിന്നെ നമുക്ക് അധികം പേപ്പർ പോലത്തെ ദോശയാണെങ്കിലല്ലോ മറിച്ചിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, അടി പിടിക്കുന്ന ഒരു സിസ്റ്റം വരാണെങ്കിൽ. അപ്പം അങ്ങനെ അതേ രാഴയുടെ കടലക്കറിയും ദോശയും കൂട്ടി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. നല്ല അടിപൊളി കടലക്കറി ആയിരുന്നു കേട്ടോ. ഗ്രീസറ്റൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് മീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നട്ടറാണ് കേട്ടോ. പൊതുവെ ഞങ്ങൾ കൂടുതലായിട്ട് നട്ടർ മേടിക്കാറുണ്ട്, വേറെ മീനുകളൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും സണ്ണചേട്ടന് കൂടുതൽ ഇഷ്ടം നട്ടർ ആയതുകൊണ്ട് നട്ടർ ഞാൻ എപ്പോഴും മേടിക്കാറുണ്ട്. പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നട്ടറിന് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ആ ടേസ്റ്റ്, ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ. അപ്പോൾ എന്തായാലും നല്ല വലിയ പീസുകളും നല്ല നല്ല പീസുകളും. അതിൻ്റെ നെയ്യ് സണ്ണിനാണ് ഭയങ്കര ഇഷ്ടം അതിൻ്റെ. അപ്പം ഞാൻ കുറച്ച് പെട്ടെന്ന് വെക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ ലേറ്റായിട്ട് എണീറ്റുകൊണ്ട് തന്നെ പെട്ടെന്ന് പണികൾ തീർക്കണം. ഇന്ന് ഗ്രേസിൻ്റെ സ്കൂളിലാണെങ്കിൽ പാരൻസ് മീറ്റിംഗ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ പോകണം. അപ്പോൾ എൻ്റെ പണികൾ വേഗം ഒതുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുറച്ച് ഡയറക്റ്റ് എല്ലാ പൊടികളും ഇതിലേക്ക് ഇടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഇതിലേക്ക് ബാക്കി ഐറ്റംസ് കരിഞ്ഞിടാൻ പോയപ്പോഴേക്കും സ്റ്റീവ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആയി അവൻ അങ്ങോട്ട് നടക്കണം. അവന് മുട്ട വേണമെന്ന്, ഇഡ്ഡലി കഴിച്ചുള്ളൂ. അപ്പോൾ മുട്ട ടാ എന്ന് പറയും, കോഴിമുട്ടേനെ ടാറ്റാന്ന് പറയാൻ. അപ്പോൾ ഞാൻ 2-3 മുട്ട എടുത്തിട്ട് ഒന്ന് കൊത്തിപ്പൊരിച്ച് സ്റ്റീവനും ഗ്രേസിനൊക്കെ കൊടുത്തു. പിന്നെ അതേ വീണ്ടും അടുക്കളയ്ക്ക് വന്ന് കറിവേപ്പിലയും ഒരു സവോളയും ഒരു തക്കാളിയും പിന്നെ ഇഞ്ചിയും കൂടി ഡയറക്റ്റ് അരിഞ്ഞിടാണ്. പിന്നെ കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തിളപ്പിച്ച് വേവിച്ച് എടുക്കുക, അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട്, അല്ലാണ്ട് വഴറ്റാനോ അങ്ങനെയൊന്നും നിൽക്കണില്ല. നമ്മൾ ഒരേ സമയം അനുസരിച്ചിട്ടാണല്ലോ ഒരേ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഞാനങ്ങനെയാണ് ചെയ്യാറ്. ഇന്ന രീതി മാത്രം ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. അപ്പം എന്തായാലും സണ്ണിയേട്ടൻ എപ്പോഴും പറയും നീ വലിയ സണ്ണിചേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീണാട്ടത്തിനൊന്നും നിൽക്കാണ്ട് ഉണ്ടാക്കണ കറികളൊക്കെ അടിപൊളിയാവാറുണ്ടെന്ന്. അതായത് ഇങ്ങനെ വഴറ്റി അത് ചെയ്ത് ഇത് ചെയ്ത് അങ്ങനെ നിൽക്കാണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണ കറികളൊക്കെ നല്ലതാവാറുണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ വീണാട്ടങ്ങളൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന മീൻ കറിയാണ് കേട്ടോ ഇന്നത്തെ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താ പറയുക, എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ആയിട്ട്, ബർത്ത്ഡേ ആണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു പോകും. അങ്ങനെ ഒച്ചയും ബഹളം അതൊക്കെ ആയിരുന്നു. ഇപ്പൊ വീണ്ടും നമ്മൾ നമ്മുടെ ലോകത്തിലേക്ക് ഇങ്ങനെ മാറി. ചേച്ചിയൊക്കെ പോവാറായിട്ടാ വന്നതേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ഇതേ ഒരു പോകേണ്ട സമയം ആറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് നമ്മുടേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെന്താ, ഇന്നലെ സണ്ണിയുടെ തലവേദന ഹോസ്പിറ്റലിൽ പോണ കാര്യം പറഞ്ഞപ്പോൾ കുറേ പേര് പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. താങ്ക് യു. ഇപ്പം പണ്ടത്തെ ആ ഒരു പെയിൻ ഇല്ല. ചില സമയത്താണ് മൈഗ്രെയിൻ്റെ തന്നെയാണ്. അപ്പോൾ അത് ടാബ്ലറ്റൊക്കെ കഴിക്കുമ്പോൾ മാറുമെന്ന് വിചാരിക്കുന്നു. പിന്നെ സണ്ണിചേട്ടൻ എനിക്കൊരു ഡ്രസ്സ് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ എനിക്കൊരു ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ മീൻകറി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ കാണിച്ചു തരാം കേട്ടോ. മുമ്പ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഓർഡർ ചെയ്യാൻ പോണേക്ക് മുമ്പ് കാണിച്ചു തന്നായിരുന്നു. ഓക്കെ ആണോന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനത് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഐറ്റം എന്ത് ചെയ്യാൻ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ മീൻകറി ഇവിടെ ഇരുന്ന് തിളക്കട്ടെ, അപ്പോഴേക്കും നമുക്കത് കണ്ടിട്ട് വരാം. ഇടില്ല വെയിലുള്ള ദിവസമാണ്, നല്ല തെളിഞ്ഞ ദിവസം. നമ്മുടെ ചക്ക ഇങ്ങനെ ഈ ചക്ക ഇട്ടിട്ടില്ല, അപ്പൊ മൂത്തിട്ടൊന്നും തോന്നണം. അപ്പൊ വന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് കാണിക്കാനാണ് നിങ്ങള്. എങ്ങനെയുണ്ട്? ആമസോണിൽ നിന്ന് സണ്ണിയേട്ടൻ ഓർഡർ ചെയ്തോട്ടെ. എന്റെ സെലക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒരു ടോപ്പ് നല്ല, ഇത് പെട്ടെന്ന് ചീത്തയാവാത്ത മെറ്റീരിയൽ. എനിക്ക് അറിയില്ല ഇതിന്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയാൻ. എന്തായാലും പേര് ഞാൻ പറഞ്ഞു, ക്ലോഡിയോ അങ്ങനെ എന്താ പറഞ്ഞ, പോളിസ്റ്ററും കോട്ടണും മിക്സ് ആയിട്ടുള്ള ഒരു സംഭവം. ബനിയൻ ടൈപ്പ് പോലത്തെ, ബനിയൻ തുണി പോലത്തെ സാധനമാണ്. പിന്നെ മേത്തൊക്കെ ഒട്ടിയൊക്കെ കിടക്കും. എന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട്. കാണുന്ന നല്ല ഭയങ്കരമായിരുന്നു. അതിന്റെ ഡിസ്പ്ലേ നല്ല ഡ്രസ് ഉണ്ടായി. ഞാൻ വില 489 അല്ലേ, 489 രൂപ. പക്ഷെ ഇതിലെ വരെ MRP ഉണ്ടായിരുന്നില്ല. മാത്രം വില കൂടി ഡ്രസ്സാണ്. 2000 ഡ്രസ്സാണ്. അതിനോട് വെറുതെ നുണ പറഞ്ഞതാ. 489 ആണ്. 2699 രൂപ. അങ്ങനെ ഇടാണ്, അത്രയാണ് ശരിക്കും. എന്റെ ഇടാ. അപ്പൊ ഞാൻ ഇതൊന്ന് ഇട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് പറയണേ. എങ്ങനെയുണ്ട് പറ അഭിപ്രായം. എന്റെ അഭിപ്രായം സൂപ്പറാണ്. ഞാനല്ലേ മേടിച്ചത്, ഞാൻ അഭിപ്രായം പറയണേ. അല്ലല്ല, എന്റെ അഭിപ്രായം സൂപ്പറാണ്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ. എനിക്ക് ആ ചെരുപ്പിന് വേണ്ടിയാണ് ഞാൻ ഈ ഡ്രസ്സ് മേടിച്ചത്. എന്തായാലും ഞാൻ ഈ ചെരുപ്പ് ഇതിന്റെ കൂടെ ഒന്ന് മാച്ചായി പോണ്ടായിരുന്നില്ല. ഇതിന്റെ കൂടെ അടിയിലായിട്ട് തോന്നും. അതിലിടാൻ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. കൈയൊക്കെ നല്ല
സൂപ്പറായിട്ടൊക്കെ വല്ല വേണ്ട കൊച്ചിന് വെള്ളം കൊടുക്കണം. അപ്പൊ അങ്ങനെ മീൻകറി റെഡി ആയിട്ടാ. ഞാൻ ഉള്ളിയൊന്നും ചതച്ചിട്ടിട്ടില്ല. ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പില മാത്രം ഇട്ട് ഇന്ന് റെഡി ആക്കിയിട്ടുണ്ട്. ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. നമ്മുടെ ചട്ടിയുടെ ചൂട് കൊണ്ട് തിളയ്ക്കുന്നതാണ്. ചീവ് വയലണ്ടായി തുടങ്ങിയപ്പോഴേക്കും എന്നിട്ട് വേണ്ട കൊച്ചിന്. അപ്പൊ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ ബൈ.